ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാലൈസാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വെറും 2 ചേരുവകൾ മാത്രം മതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐസാണ് അല്ലേ പാലൈസ് എന്ന് പറയുന്നത്. നമ്മളുടെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ്, ഇപ്പോഴും കഴിക്കുന്നവരും ഉണ്ട്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ക്രീമാണ് ഒരു 1/4 ലിറ്റർ എടുത്തിട്ടുണ്ട്. ഒരു തിക്കായിട്ടുള്ള പാലാണ്. ഇതില്ലെന്ന് വെച്ചാലും കുഴപ്പമില്ല. നമ്മൾക്ക് ഒരു 1/2 ലിറ്റർ പാലിനെ കാച്ചിയിട്ട് ഒരു 1/4 ലിറ്റർ പാലാക്കി എടുത്താൽ മതി. പിന്നെ ഒഴിക്കുന്നത് കണ്ടൻസ് മിൽക്കാണ്. അതൊരു 1/4 കപ്പോളം ഒഴിക്കുന്നുണ്ട് 1/4 ലിറ്റർ പാലിന് വേണ്ടിയിട്ട്. കണ്ടൻസ് മിൽക്ക് നമ്മൾക്ക് റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം ഇട്ടതാണ്. വളരെ എളുപ്പമാണ്. അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം, എല്ലാവരും കണ്ടു നോക്കണം കേട്ടോ. 2 ചേരുവകൾ മാത്രമേ അതിനും ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു പൾസ് ചെയ്തെടുത്തിരിക്കുകയാണ് ഒരു പ്രാവശ്യം ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. കയ്യിൽ വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾക്ക് പോപ്സിക്കിൾ മോൾഡിലോട്ട് മാറ്റുകയാണ്. അഥവാ പോപ്സിക്കിൾ മോൾഡ് ഇല്ലെന്ന് വെച്ചാൽ നമ്മൾക്കൊരു സാധാരണ ഗ്ലാസ് എടുത്തിട്ട് അതിലോട്ടും ചെയ്യാം. ഞാൻ നേരത്തെയൊക്കെ ഐസിൻ്റെ റെസിപ്പീസിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. സാധാരണ ഗ്ലാസും സ്പൂണും വെച്ചിട്ടും ചെയ്യാം. ഇതിൻ്റെ തലേ ദിവസമാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ 8 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഒരു രാത്രി ഫുൾ വെച്ചിട്ട് അടുത്ത ദിവസമാണ് ഞാനിപ്പോൾ ഇത് എടുക്കുന്നത്. എടുത്തിട്ട് നമ്മൾക്കത് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം വെള്ളം ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളമാണെങ്കിലും കുഴപ്പമില്ല, അതിലോട്ടൊന്ന് ഒരു മിനിറ്റ് ഇങ്ങനെ മുക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾക്കിത് എടുക്കുമ്പോൾ നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ ഇത് വരുമ്പോൾ തന്നെ കണ്ടോ, ശരിക്കും നല്ല ക്രീമി ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. അതേപോലെ തന്നെ വെറും 2 ചേരുവകൾ മാത്രമല്ലേ ഉള്ളൂ, നമ്മൾക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇനി അഥവാ കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ കൂടെ പാലും പഞ്ചസാരയും മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ഉണ്ടാക്കാം. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾക്കതൊരു ഐസ് നമ്മൾക്ക് ക്രിസ്റ്റൽ ഫോമിലായിരിക്കും കിട്ടുന്നതെന്ന് വെച്ചാൽ ഐസിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അത് നമ്മൾക്ക് കടിക്കുമ്പോൾ തോന്നും. പക്ഷേ ഇതിങ്ങനെയാണെങ്കിൽ ശരിക്കും നല്ല ക്രീമി ആയിട്ട് തന്നെ ഇരിക്കും നമ്മൾക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.